മനോരമ കാണിച്ചൊരു പ്രവർത്തനം നോക്കണേ. വിരമിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ ജോണി ലൂക്കോസിൻ്റെ പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചു. പറഞ്ഞ ഉത്തരം പകുതി വരെ കൊടുത്തിട്ട് മുക്കുന്നത് ശരിയാണോ? ഒരുതരം മര്യാദകേടല്ലേ? കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷേ മുഴുവൻ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അവരെത്തേണ്ട ഏറ്റവും ഉയർന്ന പദവിയിലെത്തി മുഖ്യമന്ത്രിക്കൊപ്പം സഹകരിച്ച് ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നറിയാൻ ജോണി ലൂക്കോസ് ചോദിച്ച ചോദ്യത്തിന് അവർ വിശദമായിട്ടുള്ള ഉത്തരം പറയുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായിയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ്, ഒപ്പം അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട ചില പദ്ധതികൾ, അതിലെല്ലാം അദ്ദേഹം നടത്തിയ ഇടപെടലിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് അടുത്ത ചോദ്യം കയറുന്ന ആ രീതി ഉണ്ടല്ലോ, അതൊരു തരം വൃത്തികേടാണ്. കാര്യം മനോരമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിണറായിക്ക് വലിയ മൈലേജ് ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ശൈലിയെക്കുറിച്ച് ശാരദയ്ക്ക് എന്താ തോന്നിയത്? ഒന്ന്, ഹി ലീഡ്സ് ഫ്രം ദ ഫ്രണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊത്തം സംവിധാനത്തിന് അതൊരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ കാണുന്നതും സമീപിക്കുന്നതും. നമ്മൾ ഇപ്പം വളരെ സൂക്ഷിച്ച് അദ്ദേഹത്തിനോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേറ്റ്സ്മെൻമാരിൽ ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. ക്രൈസിസിൻ്റെ സമയത്ത് ഇപ്പോൾ ദുരന്തം, കേരളത്തിൻ്റെ ഒരു പല സമയങ്ങളിലും ദുരന്തം നമ്മൾ വേട്ടയാടിയിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ വേട്ടയാടുന്ന സമയത്ത് ആക്ച്വലി ഒരു മുഖ്യമന്ത്രിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യത്തിനപ്പുറത്ത് ആ നാടിൻ്റെ താല്പര്യം വെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില പെറ്റ് പ്രോജക്ട്സ്, ഇപ്പം മാലിന്യ സംസ്കരണം ഒരു പെറ്റ് പ്രോജക്റ്റാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. അപ്പം അവിടെയൊക്കെ ഇപ്പം പേഴ്സണലി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് ഒരു വിഷയമായിട്ടാണ് ഞാൻ അതിനെ ഇത് കാണുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം അതിദാരിദ്ര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് 1 മാസം കൊണ്ടുണ്ടാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഇത് ഞങ്ങൾ ഉടക്കിയ ഒരു വിഷയം അതാണ്. അത് 2, 3, 4 മാസം എടുത്തു. പക്ഷെ ആ 4 മാസം എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഗോളതലത്തിൽ വളരെ പുതുതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഗെയിൻ നമുക്ക് കാണാൻ സാധിച്ചത് ഇതിപ്പോൾ ലിസ്റ്റ് ഉണ്ടായി, ആളുകളെടുത്തു, നമ്മൾ കുറേ തീരുമാനങ്ങളെടുത്തു, വകുപ്പുകളൊക്കെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് വിട്ടുമാറുകയില്ല. ഓരോ മിനിസ്റ്ററിനെ ഉത്തരവാദിയാക്കി ഈ സർവീസിൽ നോക്കൂ. ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കുന്നതിന് മുന്നെയാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ മന്ത്രിമാർക്കും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് പറയുന്നിടത്ത് കട്ട് ചെയ്യുകയാണ്. ഒരു വാചകം അവസാനിക്കുന്നിടത്ത് വെച്ച് കട്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച ഇൻ്റർവ്യൂ ആണ്. അത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടിരിക്കാം. അതിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഒഴിവാക്കണമെന്നതിനെ സംബന്ധിച്ച് അവരൊരു ടൈം ബോണ്ട് വെച്ച് സ്വയം തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൽ വേണ്ട എന്നുള്ള പാർട്ടായിട്ട് അവർ തീരുമാനിച്ചത് കൂടെ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥയ്ക്കുള്ള അഭിപ്രായം, അത് പറയാനുള്ള അവരുടെ താല്പര്യവും ആവേശവും സന്തോഷവുമെല്ലാം ആ വാക്കുകളിൽ പ്രകടമാണ്. അതിനെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് രസം കെടുത്തിയത് വെറുതെ അല്ല. അതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ തന്നെ പത്രത്തിലൂടെയും നമ്മുടെ ചാനലിലൂടെയും കൊടുത്തിരിക്കുന്ന പലതും റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് വിദഗ്ധമായിട്ട് ആ അഭിപ്രായത്തെ പകുതി വെച്ച് മുറിച്ചിരിക്കുകയാണ്. അത്രയും വാചകമായപ്പോൾ തന്നെ ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രമാത്രം കാര്യക്ഷമതയുള്ളതാണെന്ന് ആ വാക്കുകളിൽ കൃത്യമായി ഉൾച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ കൂടി അങ്ങ് കേൾപ്പിച്ചാൽ കൈവിട്ട് പോകില്ലേ? അതുകൊണ്ട് മനോരമ വിദഗ്ധമായിട്ട് അത് മുക്കി. ഇതൊരു തരം ഊള പരിപാടിയാണെന്നേ മനോരമയോട് പറയാനുള്ളൂ. അത്രമാത്രം ധൈര്യമേ മനോരമയ്ക്കുള്ളൂ. കാര്യം അതൊക്കെ പുറത്തു വിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ജനം അയാളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? കാര്യം ജനം അയാളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കണമെന്നുള്ളത് മനോരമയുടെ കൂടി താല്പര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ മനോരമ ഉൾപ്പെടെ എഴുതിപ്പിടിപ്പിക്കുന്ന നിറം പിടിച്ച കഥകൾക്കപ്പുറം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എന്താണ് ആ ലീഡറെന്നും എന്താണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലം നിങ്ങൾക്ക് പുറത്ത് കേൾപ്പിക്കാതെ ഒളിപ്പിക്കാനാകുമെന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ശാരദാ മുരളീധരൻ ഈ നാട്ടിൽ തന്നെയുണ്ട്. നിങ്ങൾ എവിടെയാണോ മുറിച്ചത് അതിൻ്റെ തുടർച്ച മറ്റേതെങ്കിലും ദൃശ്യത്തിലൂടെ പുറത്തേക്ക് തന്നെ വരും, ഒരു സംശയവുമില്ല തന്നെ.